Glory be to God. Again, we could come before His presence to hear from God's word. God's word is always encouraging to us. And there are so many examples we can find so that we can be like that example and we can change. We can have a change in our life. When we see models, when we study about models, it is just like looking at the mirror. When we look at the mirror, we see our shortcomings, how we are dressed, and we correct ourselves. നമ്മൾ ദൈവവചനത്തിൽ ചില മോഡലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ, ചില മാതൃകകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഒരു കണ്ണാടിയിൽ നോക്കുന്നതിന് തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നതിനും വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാനും മുറുകെ പിടിക്കേണ്ടത് മുറുകെ പിടിക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ മാതൃകകളെ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ നിന്ന് 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Acts chapter 18 verses 24 to 28. There we find three models of three groups of people. One is a person, another one is a family, and the third one is a church. ഈ ഭാഗത്ത് 3 കൂട്ടം ആൾക്കാരോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു വ്യക്തിയാണ്, അപ്പല്ലോസ് എന്ന് പറയുന്ന ആൾ. രണ്ടാമതായിട്ട് ഒരു കുടുംബമാണ്, അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം. മൂന്നാമതായിട്ട് ഒരു സഭയാണ്, എഫെസോസിലെ സഭ. ഈ 3 കൂട്ടം ആൾക്കാരോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സാധാരണയുള്ള വേദപുസ്തക വായനയിൽ എനിക്ക് ലഭിച്ച ഒരു സന്ദേശമാണിത്. വളരെ മുമ്പ് ഞാൻ ഈ വേദപുസ്തകം 5 ഭാഗമായിട്ട് ഭാഗിച്ച് യാത്രയിലൊക്കെ ഇങ്ങനെ ഇത് പഠിക്കണമെന്നുള്ള നിലയിൽ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകും. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴൊക്കെ വായിക്കാൻ വേണ്ട സമയമുണ്ട്. അങ്ങനെ വായിച്ചപ്പോൾ കിട്ടിയ ഒരു സന്ദേശമാണ്. അത് നമ്മുടെ പ്രയോജനത്തിനായിട്ട് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഓരോ വാക്യം വായിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 24-ാം വാക്യം, അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവം തിരുവഴുത്തിൽ സാമർഥ്യമുള്ള അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. ഇവിടെ അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എ പേഴ്സൺ കോൾഡ് അപ്പല്ലോസ്. ഹി വാസ് എ ബോൺ ജൂ. ഹി വാസ് ഫ്രം അലക്സാൻഡ്രിയ. പിന്നീട് നമ്മൾ വായിക്കുന്നു, അവൻ തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പല്ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പല്ലോസ്. ഈ തിരുവഴുത്തുകളിൽ സാമർഥ്യമുണ്ടാകുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഐ വാണ്ട് ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ബൈ റീഡിങ് ഇറ്റ്. വെരി ഗുഡ്. വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? എനി അതർ ആൻസർ? മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. വെരി ഗുഡ്. എനി അതർ ആൻസർ? ഒരിക്കൽ മർത്തോമ കൺവെൻഷന്, മാരാമൺ കൺവെൻഷന് ഒരു മെത്രാപ്പോലീത്ത പറഞ്ഞു, സഭാമക്കളെ നിങ്ങൾ മനോരമ പത്രം വായിക്കണം, വേദപുസ്തകം ആരും വായിക്കരുതെന്ന് പറഞ്ഞു. മർത്തോമക്കാരൊക്കെ അത്ഭുതപ്പെട്ടു. എന്താ മെത്രാച്ചൻ മനോരമ വായിക്കണം, ബൈബിൾ വായിക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ മെത്രാൻ കൂട്ടിച്ചേർത്തു, മനോരമ പത്രം വായിച്ച് തള്ളാനുള്ളതാണ്, ബൈബിള് പഠിക്കാനുള്ളതാണ്. ബൈബിൾ കേവലം വായിക്കാനുള്ളതല്ല, അത് പഠിക്കണം. അപ്പോൾ തിരുവഴുത്തിൽ സാമർഥ്യമുണ്ടാകാനായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കണം നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തിൻ്റെ വചനം ഒരു 10 പ്രാവശ്യം വായിച്ച് എത്ര പേര് ഇവിടെ ഉണ്ട്? ജസ്റ്റ് ഐ വാണ്ട് ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് യു ഹാവ് കംപ്ലീറ്റ്ലി റെഡ് ദ ബൈബിൾ ഫ്രം ജെനസിസ് ടിൽ റെവലേഷൻ? അറ്റ്ലീസ്റ്റ് 10 times. Please raise your hand. One sister is there. Praise the Lord. How many times have you read? എത്ര പ്രാവശ്യം വായിച്ചു? മോർ ദാൻ 10? എത്ര കേൾക്കാൻ പാടില്ല? ഓ വെരി ഗുഡ്, വെരി നൈസ്.
ഓ, കൗണ്ട്ലെസ് ടൈം, യു ആർ നോട്ട് കൗണ്ടിങ്. അത് വളരെ നല്ലതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ 5 പ്രാവശ്യം വായിച്ച എത്ര പേരുണ്ട്? ആരുമില്ല. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. 1 പ്രാവശ്യം കംപ്ലീറ്റ് വായിച്ച എത്ര പേരുണ്ട്? വെരി ഗുഡ്, യു ആർ ദർ. അപ്പോൾ 1 പ്രാവശ്യം വായിച്ചവർ ഇനിയും വായിക്കുക, 5 പ്രാവശ്യം വായിച്ചവർ ഇനിയും വായിക്കുക, പഠിക്കുക. തിരുവെഴുത്തിൽ സാമർഥ്യമുണ്ടാകാനായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കണം, നിരന്തരം വായിക്കണം, പഠിക്കണം. അമേരിക്കയിൽ വന്നിട്ട് ഞാൻ ഈ ട്രാക്റ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വളരെ ചുരുക്കം പേര്, 1% പോലും ഇല്ല, ബൈബിൾ വായിക്കുന്നില്ല. പീപ്പിൾ ഹിയർ ഇൻ അമേരിക്ക, ദേ ആർ നോട്ട് റീഡിങ് ബൈബിൾ, ദേ ആർ നോട്ട് റീഡിങ് അറ്റ് ഓൾ. വെരി സാഡ് സിറ്റുവേഷൻ. ഞാൻ അവരെ വായിക്കാനായിട്ട് എൻകറേജ് ചെയ്യും. അതായത് ഇത് നമ്മുടെ ആത്മീയ ഭക്ഷണമാണ്. നിങ്ങൾ എത്ര നേരം ആഹാരം കഴിക്കുന്നുണ്ട്? ചുരുങ്ങിയത് 3-4 നേരം കഴിക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ആത്മീയ ആഹാരമാണ്, സ്വർഗീയ മന്നയാണ്. ഇത് വായിച്ചെങ്കിലേ, ഇത് വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മെയിൻറ്റെയിൻ. വെൻ വി പ്രേ, we are speaking to God. When we read the Bible, God is speaking to us. So we should allow God to speak to us. And God wants that God's children should pray. Pray ceaselessly. Pray always. So we should read Bible so that we will be തിരുവെഴുത്തിൽ സാമർത്ഥ്യം, we will be smart in the God's word. അപ്പോൾ അപ്പൊല്ലോസ് അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. രണ്ടാമതായിട്ട് എന്താണ്? അവനൊരു യഹൂദനായിരുന്നു. എഫേസോസിലെത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പൊല്ലോസിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൂടായിരുന്നു. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം. കർത്താവ് വന്ന കാര്യമൊന്നും അപ്പൊല്ലോസിന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അറിഞ്ഞ സത്യത്തിന് വേണ്ടി എരിവോടെ നിന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. നല്ല പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു. He had confidence, boldness before God because he was living a holy life. നമ്മൾ സഭയിൽ വന്നിട്ട് പറയും, കഴിഞ്ഞ ആഴ്ച എനിക്ക് ആരാധനയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, ഇന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ ബോൾഡ്നെസ് ഉണ്ട്, പ്രാഗൽഭ്യമുണ്ടെന്ന് പറയും. ദാറ്റ് മീൻസ് ദാറ്റ് person had a holy life. Here Apollos had boldness. That means he was the owner, he was having a holy life. So thirdly we find ആത്മാവിൽ എരിവുള്ളവനാകിയ, വേഴ്സ് 25. ആത്മാവിൽ എരിവുള്ളവനായിരുന്നു, അറിഞ്ഞ സത്യത്തിന് വേണ്ടി എരിവോടെ നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം, ഉത്സാഹത്തിൽ മടുത്തു പോകരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ മടുപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. പക്ഷേ നാം മടുത്തു പോകാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഉത്സാഹത്തിൽ മടുത്തു പോകരുത്. ഒരു ദൃഷ്ടാന്തം എൻ്റെ ചിന്തയിലേക്ക് വരുന്നു. യൂറോപ്പിലെ ഒരു കുതിരവണ്ടി, അത് ആഴ്ചയിൽ ഒരു ദിവസം പച്ചക്കറികളൊക്കെ ആയിട്ട് ടൗണിൽ ലണ്ടൻ പട്ടണത്തിലേക്ക് പോയി അവിടെ അത് വിറ്റഴിച്ചിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വരും. 3-4 കുതിര വലിക്കുന്ന കുതിരവണ്ടിയാണ്. അപ്പോൾ ഈ കുതിരവണ്ടിയിൽ യാത്രക്കാരെയും കയറ്റിക്കൊണ്ടുപോകും. 3 ക്ലാസ് ടിക്കറ്റ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സിന് റേറ്റ് കൂടുതലാണ്, സെക്കൻഡ് ക്ലാസ്സിനായാലും കുറവാണ്, തേർഡ് ക്ലാസ്സിനായാലും കുറവ്. പക്ഷേ ഈ ഭാരമൊക്കെ കൂടി കുതിര കയറ്റം വലിക്കുമ്പോഴാണ് ഇവിടെ ക്ലാസിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. ഈ കയറ്റം കുതിര വലിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് കുതിരവണ്ടി തന്നെ ഇരിക്കാം, അവരിറങ്ങാനായിട്ട് ആവശ്യമില്ല. സെക്കൻഡ് ക്ലാസ്സുകാരും തേർഡ് ക്ലാസ്സുകാരും കുതിരവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണം. ഇനി സെക്കൻഡ് ക്ലാസ്സുകാർ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലും അലസമായിട്ട് കൈയൊക്കെ പോക്കറ്റിലിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ കുതിരവണ്ടിയുടെ പുറകെ നടന്നാൽ മതി.
പക്ഷെ തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തവരുണ്ടല്ലോ, കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് മാത്രമല്ല, കുതിരവണ്ടി തള്ളുക അങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സഭയിൽ ഇങ്ങനെയാണ്. ചിലർ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് വന്നവരെ പോലെ സഭയിൽ വന്ന് ഇരിക്കും എന്നുള്ളതല്ലാതെ യാതൊരു കാര്യത്തിലും പങ്കെടുക്കില്ല. ഒരു സങ്കീർത്തനം വായിക്കാനോ ഒരാലോചന പറയാനോ അവരെ കിട്ടില്ല, ഇരിക്കുള്ളൂ. രണ്ടാമത്തെ കൂട്ടർ വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചെങ്കിലായി, വല്ലപ്പോഴും ഒരു പാട്ട് പറഞ്ഞെങ്കിലായി, അത്രയേ ഉള്ളൂ. എന്നാൽ തേർഡ് ക്ലാസ്സുകാരെ പോലെ സഭയെ സജീവമായിട്ട് കൊണ്ടുപോകുവാൻ എല്ലാ ഉത്സാഹവും കഴിക്കുന്ന ഒരു കൂട്ടരുണ്ട് സഭയിൽ. പ്രിയമുള്ളവർ, നമ്മൾ ഏത് ക്ലാസ്സിൽ ഉൾപ്പെടും? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പൊല്ലോസ് എന്ന് പറയുന്ന വ്യക്തി, അവൻ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. അവൻ ഉത്സാഹത്തോടുകൂടി പ്രാഗൽഭ്യത്തോടുകൂടി അറിഞ്ഞ സത്യത്തെക്കുറിച്ച് അവൻ സാക്ഷി നിന്നു പ്രസ്താവിച്ചു. ഇനിയും ഈ അപ്പൊല്ലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ താഴെ വായിക്കുന്നു, 27-ാം വാക്യം, വേഴ്സ് 27. അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. അതായത് അപ്പൊല്ലോസിന് ഒരു ആഗ്രഹമുണ്ടായി. അക്കിലാസും പ്രിസ്കില്ലാവും അപ്പൊല്ലോസിന് ദൈവിക മാർഗങ്ങളെക്കുറിച്ച് അധികമായിട്ട് തെളിയിച്ചു കൊടുത്തു നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് കർത്താവ് വന്ന കാര്യവും കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കാര്യവും ഇതെല്ലാം ഈ കുടുംബം അപ്പൊല്ലോസിനെ പറഞ്ഞ് മനസ്സിലാക്കി അവനതെല്ലാം സ്വീകരിക്കാനുള്ള താഴ്മയുണ്ടായിരുന്നു. അപ്പോൾ അവന് അഖായിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായി. അഖായ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോരിന്ത് പ്രദേശമാണ്. നമ്മൾ വായിക്കുന്നു, അവിടെ എത്തിയാറെ അവൻ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. നമുക്കൊരു വാക്യം വായിക്കാം. 1 Corinthians chapter 3 verse 6. 1 Corinthians chapter 3 verse 6. What do we read there? Somebody read it. മതി. അവിടെ പറയുന്നത് എന്താണ്? ഞാൻ നട്ടു. അപ്പോൾ Paul says, I have planted, Apollos watered. He was doing the job of watering. See, when we go to a church, or when our presence in the church, it should be a help to the assembly, not a hindrance. Some people come to a church, some people come to an assembly, they make problem. See, take the model of Apollos. He was doing the watering. Apollos, Paul planted and he was watering. God gave the increase. ഇംഗ്ലീഷിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, യുവർ പ്രസൻസ് ഇൻ ദ അസംബ്ലി either it is a help to the assembly or it is a hindrance. അവനവിടെ എത്തിയാറെ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സാന്നിധ്യം ദൈവമക്കൾക്ക് പ്രയോജനമുളവാക്കുന്നതാണോ? എങ്ങനെ നമുക്ക് പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കാം? ഒന്നാമത്, സഭയുടെ എല്ലാ മീറ്റിങ്ങിലും വരിക. ചിലർ ഞായറാഴ്ച മാത്രമേ വരുള്ളൂ. രണ്ടാമത്, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ വരിക, സമയത്തിന് വരിക, അവസാനം വരെ പങ്കെടുക്കുക, സജീവമായിട്ട് പങ്കെടുക്കുക. എല്ലാം കഴിഞ്ഞിട്ട് അവസാനമേ പോകാവുള്ളൂ. ചിലർ അപ്പം മറിച്ച് തിന്നാൽ അത് കഴിഞ്ഞിട്ട് പോവാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറയുകയാണ്. കേരളത്തിൽ തിരക്കാ, കാരണം അവിടെ കല്യാണം ഉണ്ടായാലും പങ്കെടുക്കണം. ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സാന്നിധ്യം സഭയിൽ വിശ്വാസികൾക്ക് അപ്പൊല്ലോസിനെ പോലെ പ്രയോജനമുള്ളതായിരിക്കണം, നനയ്ക്കുന്ന ശുശ്രൂഷയായിരിക്കണം. അല്ലാതെ ഒരാളുടെ പ്രവൃത്തിയെ പറിച്ചു കളയുന്ന പ്രവൃത്തി ആയിരിക്കരുത്. സോ Apollos, considering all these things, he is a model believer. ഒരു മാതൃകാ വിശ്വാസിയാണ്. തിരുവഴുത്തിൽ സാമർഥ്യമുള്ളവനായിരുന്നു, ആത്മാവിൽ എരിവുള്ളവനായിരുന്നു, പ്രാഗൽഭ്യമുള്ളവനായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെ പ്രയോജനമുള്ളവനായിരുന്നു. മോഡൽ ബിലീവർ, മാതൃകാ വിശ്വാസി. ഇനി രണ്ടാമതായിട്ട് വേഴ്സ് 26, ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 18 വേഴ്സ് 26. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്കിലാസും പ്രിസ്കില്ലയും
അവൻ്റെ പ്രസംഗം കേട്ടാൽ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗ്ഗം ആദ്യം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. ഹിയർ വി ഫൈൻഡ് എ ഫാമിലി, അക്വിലാസ് ആൻഡ് പ്രിസ്കില്ല. See, this family had no children, but they were not murmuring. എനിക്ക് ദൈവം മക്കളെ തന്നിട്ടില്ല, എന്തുകൊണ്ട് ദൈവം എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് മർമർ ചെയ്ത് കാലം ചെലവഴിക്കുകയല്ല ചെയ്ത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. മക്കൾ യഹോവ തരുന്ന ദാനമാണ്. ഇന്നത്തെ കാലത്ത് ഒത്തിരി പേർക്ക് മക്കളില്ലാത്തവരുണ്ട്. ഞങ്ങളുടെ സഭയിൽ 2-3 ഫാമിലിക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് 2 ഫാമിലിക്ക് മക്കളായിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ഇനിയും മക്കളായിട്ടില്ല. മക്കളില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് സമയം ചെലവഴിക്കുകയല്ല ചെയ്ത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. ദൈവം തന്നാൽ സ്തോത്രം, തന്നില്ലെങ്കിൽ സ്തോത്രം. അക്വിലാസും പ്രിസ്കില്ലയും നമ്മൾ വായിക്കുന്നു, ഇവർ അപ്പല്ലോസിനെ ചേർത്തുകൊണ്ട് അപ്പല്ലോസിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പല്ലോസിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പല്ലോസിൻ്റെ തുണി കഴുകി. അപ്പല്ലോസിന് ചെരുപ്പ് തുടച്ചു കൊടുത്തു. അപ്പല്ലോസിനെ ശുശ്രൂഷിച്ചു. ഇതാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ദൈവദാസൻ ഭവനത്തിൽ വന്നാൽ ആ ഭവനക്കാർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതേ കുടുംബം എന്താ ചെയ്തത്? അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 18 വേഴ്സ് 1 and 2. They did the same thing to Apostle Paul. അനന്തരം അവൻ അഥേനം വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാരെല്ലാവരും റോമാനഗരം വിട്ട് പോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആയിടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരിലൊരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. കണ്ടോ? Here we find this family. They received Apostle Paul when they were in Corinth, and they were ministering to Apostle Paul so that he could be in the forefront and he could preach the word of God. What a great service this family did to Apostle Paul, and here we find to Apollos. We find a model family here. Model family. Not only that, we read about this family in Romans letter, chapter 16. Apostle Paul is commending them, in such a wonderful way. Shall we read chapter 16 of Romans letter? I shall read from verse 3 onwards. ക്രിസ്തു യേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കിയെയും അക്വിലാവെയും വന്ദനം ചെയ്യുവിൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യും. See, what a wonderful work this family did. When they were in Ephesus, they received Apollos. When they were in Corinth, they received Apostle Paul. Now they are at Rome. Here Paul is telling, because of their labor, many assemblies have come up. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. That is what we read. So many assemblies have come up because of their labor. They were not full-time evangelists. They were tent makers, but they were behind the scene, and they were helping the believers in so many ways. One thing we can understand, all are not called to be evangelists. Only some are called to be evangelists, but others should stand behind him, behind the evangelist, and they can do a lot of things. See, ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാനെതിരായിട്ട് നിൽക്കണമെന്ന് വരികിൽ, അല്ലെങ്കിൽ ചൈനയ്ക്കെതിരായിട്ട് ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരൻ നിൽക്കണമെന്ന് വരികിൽ, ആ പട്ടാളക്കാരൻ്റെ പിറകിൽ 40 പേര് അണിനിരക്കണം. അതാണ് പട്ടാളത്തിലെ കണക്ക്. മിലിറ്ററി, ദാറ്റ് അക്കൗണ്ട് ഇൻ മിലിറ്ററി. ഐ വാസ് ഇൻ എയർഫോഴ്സ്, സോ ഐ ക്യാൻ ടെൽ ദിസ് വൺ. 40 persons should stand behind this one soldier who is in the forefront for his food, for his clothing. Then he should be given salary. He should be given arms and ammunition. His letters should be taken to his home, and from home letters should come to him. He should have communication equipments and so many other things. So to keep one soldier in the forefront, 40 persons should be behind him.
This is the same case with the Lord's work. One evangelist serving the Lord in the North India or in Africa, so many should be behind him. So many should remember him in prayers, supply his needs. He needs literature. His children need education. So many other things. Aquila and Priscilla, they were doing the same thing. What a wonderful thing it is. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കിതുപോലെയുള്ള മാതൃകാ കുടുംബമായിട്ടിരിക്കാം. ഒരു മാതൃകാ കുടുംബമാണ്. അപ്പൊല്ലോസ് ഒരു മാതൃകാ വിശ്വാസി, അക്വിലാസും പ്രിസ്കില്ലയും ഒരു മാതൃകാ കുടുംബം. മൂന്നാമതായിട്ട് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 18 വേഴ്സ് 27 onwards, അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളാൻ ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. സഹോദരന്മാർ എന്ന് പറയുന്നതിൽ നിന്നും അവിടെ ഒരു ചെറിയ സഭയുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. എഫെസോസ് സഭ, വലിയ സഭ ഉണ്ടായത് 19-ാം അധ്യായത്തിലാണ്, പൗലോസ് വന്ന് പ്രവർത്തിച്ചതിന് ശേഷം. പക്ഷെ അതിനും ഒരു ചെറിയ സഭയുണ്ടായിരുന്നു. അപ്പൊല്ലോസ് അഖായിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെയുള്ള സഭ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവനെ കൈക്കൊള്ളാനൊരു എഴുത്ത് കൊടുത്തയച്ചു. പ്രോത്സാഹിപ്പിക്കുന്ന സഭ, യൗവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സഭ. The church, they are encouraging the youngsters. How is our church here? You know, our future is in the hands of youngsters. We should encourage the youngsters in our church so that in the coming days they will stand as a witness, as an assembly for the Lord. So the elders should encourage the youngsters. Many times the elders, they don't encourage youngsters. You know, the reason is that they think that they may commit some mistake, so that they are not given many times chances. But you know, I attended one conference of Ron Penny in Bangalore. So he said, let them commit mistake, encourage the youngsters. I came back to Karakamala Assembly and I told one of the other elders, I told, now we will not break the bread and give thanks for the bread or cup. Let the youngsters do. That means having good testimony and living a holy life. Such youngsters. So we encourage them. They are doing it so wonderfully. We are sitting back and we are encouraging them to do it. See, brothers, this is my testimony. Now I am here almost 5 months. I will be here, Lord willing, in America. But my church at Karakambalam, they will do it themselves. All these things. They will minister the word of God. Before that, when I was going to YMEF and all, I used to call Brother E.J. Paili, Joey Samuel and other evangelists to come and help in the Sundays. But now I need not call anybody from outside. Without that local church, they can manage themselves. ഇതുപോലെ തന്നെ നമ്മുടെ സഭകളെ നാം യുവാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ നന്നായിട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ സഭ, നമ്മുടെ ഭാവി യുവാക്കന്മാരാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു മോഡൽ ചർച്ചാണ് നമുക്ക് കാണാൻ സാധിക്കും. മാതൃകാ സഭ, മാതൃകാ വിശ്വാസി അപ്പൊല്ലോസ്, മാതൃകാ കുടുംബം അക്വിലാസും പ്രിസ്കില്ലയും, മാതൃകാ സഭ എഫെസോസ് സഭ. നമ്മുടെ അവസ്ഥയെ നാം തട്ടിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എങ്ങനെയായിരിക്കുന്നു? ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ടാണോ ഇരിക്കുന്നത്? അപ്പൊല്ലോസിനെ പോലെ എരിവോട് കൂടി എന്നെ രക്ഷിച്ച കർത്താവിൻ്റെ സാക്ഷിയായിട്ടിരിക്കാൻ ഞാൻ അവസരങ്ങൾ മുതലാക്കിയാണോ ജീവിക്കുന്നത്? അതുപോലെ ദൈവവചനത്തിൽ പ്രാഗൽഭ്യമുണ്ടാകുവാൻ തക്കവണ്ണം, ദൈവവചനത്തിൽ സാമർഥ്യമുണ്ടാകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുന്നുണ്ടോ? വായിക്കണം, പഠിക്കണം പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. പണ്ട് കാലത്ത് ബ്രദറുകാരായിരുന്നു വേദപുസ്തകത്തിൽ നല്ല അറിവുള്ളവരെന്നാണ് ഞാൻ വന്ന സമയത്ത് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ പോയി. വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മൾ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി വളരാനായിട്ട് ആവശ്യമായിരിക്കുന്നു ദൈവവചനം പഠിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയുള്ള കുടുംബങ്ങളാണ്? പല കുടുംബങ്ങളിലും മീറ്റിംഗ് വയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ടൈൽസ് മോശമാകും,
എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ നാട്ടിലെ കാര്യമാണല്ലോ പറഞ്ഞു, ഇവിടുത്തെ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാൽ നമ്മുടെ ഭവനം ദൈവമക്കൾക്കായിട്ട് തുറന്നു കൊടുക്കുക, ദൈവദാസന്മാർ ശുശ്രൂഷിക്കുക, ദൈവമക്കളെ ശുശ്രൂഷിക്കുക. അത് കർത്താവിൻ്റെ ഒരു വലിയ വേലയാണ്. നമ്മുടെ സഭ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക. മാതൃകാ വ്യക്തി, മാതൃകാ കുടുംബം, മാതൃകാ സഭ. വളരെ ചെറിയൊരു ചിന്തയാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് ഇത് ധാരാളം മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ.